കോഴിക്കോട് ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ പ്രതിസന്ധിയായി സുരക്ഷാ ജീവനക്കാരുടെ കുറവ്. 4-1 ജീവനക്കാർ മാത്രമാണ് നിലവിലുള്ളത്. ആശുപത്രിയുടെ സുരക്ഷയെ തന്നെ ഇത് ബാധിക്കുകയാണ്. നിരവധി രോഗികളെ പാർപ്പിച്ചിരിക്കുന്ന മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് വിരലിലെണ്ണാവുന്ന സുരക്ഷാ ജീവനക്കാരുള്ളത്. 20 സുരക്ഷാ ജീവനക്കാരുടെ തസ്തിക അനുവദിച്ചിട്ടുണ്ടെങ്കിലും 5 ജീവനക്കാരെ മാത്രമാണ് നിയമിച്ചത്. രോഗികൾ ചാടിപ്പോകുന്നതും തമ്മിലുള്ള സംഘർഷവും ആവർത്തിക്കുമ്പോഴും അധികൃതർ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. രോഗികൾ തമ്മിലുണ്ടായ അടിപിടിയിൽ ഒരാൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ തീരുമാനിച്ചിരുന്നത്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കാനാണ് ഉത്തരവ് നൽകിയത്. സൈനിക വെൽഫെയർ ബോർഡുമായി ചേർന്ന അഭിമുഖത്തിലൂടെയാണ് ജീവനക്കാരെ നിയമിച്ചത്. പ്രതിദിനം 675 രൂപയാണ് വേതനം. എന്നാൽ കുറഞ്ഞ ശമ്പളം കാരണം പലരും മറ്റു ജോലികളിലേക്ക് പോവുകയാണ്. കടുത്ത ജോലിഭാരവും ജീവനക്കാരെ പിന്തിരിപ്പിക്കുന്നു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്നും കൂടുതൽ ജീവനക്കാരെ നിയമിക്കാൻ പട്ടിക ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ലഭിച്ചിരുന്നില്ല. വീണ്ടും കത്ത് നൽകുമെന്നാണ് അധികൃതർ പറയുന്നത്. ഉടൻ സുരക്ഷാ ജീവനക്കാരെ നിയമിച്ചില്ലെങ്കിൽ ഗുരുതരമായ സാഹചര്യം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ജനം, കോഴിക്കോട്.